യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് പൂർണ്ണ വിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. യു ഡി എഫിൻ്റെ ഓരോ ഘടകങ്ങളിലും അതിൻ്റേതായ ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ പലതും വളരെ കാലേ കൂട്ടി ഞങ്ങൾക്ക് നിറവേറ്റുവാനും കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്തരത്തിൽ ഒരു തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പല അവസരങ്ങളും നടന്നിട്ടില്ല എന്നുള്ളത് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യം ഞങ്ങൾ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭം കുറിച്ചിട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ സംസ്ഥാനത്ത് കാണിച്ചിട്ടുള്ള ഓരോ തെറ്റായ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു കാഴ്ച. അത് എല്ലാ ജില്ലകളിലും അതിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചില മേഖലകളിലൊക്കെ ചില്ലറ അഭിപ്രായ ഭിന്നതകളുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതാതിടങ്ങളിൽ തന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനുള്ള അവസരം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് വേണ്ട എല്ലാ അർത്ഥത്തിലുമുള്ള സർക്കുലർ പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. ആ സർക്കുലർ നൽകിയതനുസരിച്ച് ഓരോ മേഖലകളിലും അതിൻ്റേതായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നോക്കിക്കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ആ വിലയിരുത്തലിലൂടെ ജനങ്ങൾ അത്തരം കാര്യങ്ങൾ നോക്കിക്കാണും എന്ന് മാത്രമല്ല അതിനാവശ്യമായ നടപടികൾ നിശ്ചയമായും സ്വീകരിക്കും എന്നുള്ളതാണ് ജനങ്ങൾ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ കാലേ കൂട്ടി തന്നെ അതിന് വേണ്ടുന്ന ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകുകയുണ്ടായി. ആ നിർദ്ദേശങ്ങൾ നൽകുക എന്ന് പറയുമ്പോൾ ഒരു മേഖലകളിലും റിബൽ സ്ഥാനാർത്ഥികൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് യു ഡി എഫ് കൂടിയിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം. ആ യു ഡി എഫ് കൂടിയിട്ട് ഞങ്ങൾ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലുടനീളം യു ഡി എഫിൻ്റേതായ സർക്കുലർ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ മേഖലകളിലും ഏതൊക്കെ തരത്തിലായിരിക്കണം നിലപാടുകൾ സ്വീകരിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ മേഖലകളിലും ഉള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ മത്സരിച്ചിട്ടുള്ള ആളുകൾക്ക് അതാത് മേഖലകളിൽ തന്നെ അവർക്ക് നൽകുവാനും ഏതെങ്കിലും തരത്തിൽ അതാത് സ്ഥലങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പരസ്പര ധാരണയോടുകൂടി അതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്ന നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വെറുതെ വരുന്ന വാർത്തകളല്ല. ഓരോ ദിവസം കഴിയുന്തോറും ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലകളിൽ നടന്നിട്ടുള്ള കൊള്ളകൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് വളരെ നന്നായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുവാനും അത് സത്യം ഉണ്ട് എന്ന് തെളിയിക്കുവാനും കഴിയുന്ന തരത്തിൽ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസങ്ങളും കാര്യങ്ങൾ മുമ്പോട്ട് വരികയാണ്.